മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. CBC വാര്യർ ഫൗണ്ടേഷൻ പരിപാടിയിൽ താൻ ഇറങ്ങിപ്പോയി എന്ന വാർത്തയാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത്. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് നുളയ്ക്കുകയാണെന്നും ഇവർ മാധ്യമപ്രവർത്തകരിലെ 90% സ്വാധീനിച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു വിമർശനം. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി എന്നാണ് പറഞ്ഞത്. എന്നാൽ മോദിയെ പുകഴ്ത്തി എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തയെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടും. സത്യം പറയണമെന്ന് പഠിച്ചത് കള്ളം പറയുന്ന പത്രപ്രവർത്തകര് നിങ്ങൾ ഈ പണി വിട്ടിട്ട് വേറെ പണിക്ക് പോവുക. നിങ്ങൾക്ക് അത് കൊള്ളൂലായിരുന്നു. നിങ്ങൾ ഫോർത്ത് എക്സൈസ് റിയൽ എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റുമാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. രാഷ്ട്രീയത്തെ ഭീകര പ്രസ്ഥാനമാക്കി മാറ്റുന്നു. സത്യവും നീതിയും കാണിക്കുന്നവരെ നിങ്ങൾ കല്ലെറിയിക്കുന്നു. അതാണ് നടക്കുന്നത്. ആലപ്പുഴ നടക്കുന്ന കാര്യമാണ്. കേരളത്തിൽ എനിക്കറിയില്ല. മോഡി ശക്തനായ ഭരണാധികാരിയാണ്, വലതുപക്ഷ ഭരണാധികാരി. പിന്നെ ദുർബലനായ എഴയുന്നു ഭരണാധികാരി എന്റെ മുഖത്ത് കാത്തിട്ട് വെപ്പാട്. ശക്തനായ ഭരണാധികാരി അല്ലേ? നല്ല ഭരണാധികാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് പത്രക്കാരാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശക്തനായ ഭരണാധികാരി അല്ലേ? അതിനർത്ഥം അയാളെ മോദി ഗീതമാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ വലതുപക്ഷ ഭരണാധികാരി, ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന ഇന്റർവ്യൂള്ളതാണ്. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും എടുത്ത് പറയുന്നുണ്ട്. അതിൽ 10% കൊള്ളാമെന്ന് പറയുന്നതിൽ നിൽക്കാനാണ് ശ്രീജിത്ത് താല്പര്യപ്പെടുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വികസനം നടത്തിയാൽ എഴുതില്ല, മാധ്യമങ്ങൾ തിരുത്തണം, ശക്തനല്ലേ മോദി എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് സുധാകരൻ. അതായത് മോദിയെക്കുറിച്ച് പറഞ്ഞത് തെറ്റിയിട്ടില്ല, പക്ഷേ മോദിയെ പുകഴ്ത്തി എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു എന്നുള്ളൊരു വിമർശനത്തിലേക്ക് ജി സുധാകരൻ എത്തുകയാണ്. അതോടൊപ്പം തന്നെ മാർക്സിസത്തെ പറ്റി ഒന്നും അറിയാത്തവർ നടന്ന് മാർക്സിസം പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ഒരു കൊട്ടും കൂടിയുണ്ട്. എന്താണ് ജി സുധാകരൻ ഇന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് ശ്രീജിത്ത്? സുജിയ, അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ കാലമായി മനസ്സിൽ തികട്ടിക്കിടന്ന പല കാര്യങ്ങളും ഇന്നത്തെ ഈ NV പ്രഭു അനുസ്മരണ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു എന്നാണ് കരുതുന്നത്. ഇന്നലെ ഹരിപ്പാട് CBC വാര്യർ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഉദ്ഘാടകനും മറ്റ് പ്രധാനപ്പെട്ട അതിഥികളും എത്താൻ വൈകിയതുകൊണ്ട് സുധാകരൻ നേരത്തെ അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. സംഘാടകരുമായി ആദ്യം ഇതേപ്പറ്റി സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതിന്റെ ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയി എന്ന വാർത്ത നൽകിയതാണ് ഇപ്പോൾ അദ്ദേഹത്തെ രൂക്ഷമായ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ്. അതായത് താൻ ഇറങ്ങിപ്പോയിട്ടില്ല, 10 വരെ കാത്തിരുന്നു. 10 വരെ കാത്തിരുന്നപ്പോൾ സംഘാടകരോട് ചോദിച്ചു. അപ്പോൾ ഉടനെയെങ്ങും തുടങ്ങാനും സാധ്യതയില്ല. അപ്പോഴാണ് താൻ ആ സംഘാടകരോട് പറഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയത് എന്നാണ് സുധാകരന്റെ വിശദീകരണം. എന്നാൽ ഈ കാര്യം നമ്മൾ നൽകിയ വാർത്തയോടുകൂടി വാർത്തയെ ശരിവെക്കുന്നതിനെയാണ്. അദ്ദേഹം സംഘാടകരോട് ആദ്യം പരിപാടി തുടങ്ങാത്തുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ജില്ലാ സെക്രട്ടറി M സത്യപാലൻ പിറകെ ചെന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ദൃശ്യങ്ങളിൽ തന്നെ ഉള്ളതാണ്. അതാണ് ഒരു വശത്ത്. മറ്റ് മാർക്സിസം അറിയാത്തവർ ഇവിടെ മാർക്സിസത്തെ പറ്റി നടന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് CPM നേതൃത്വത്തിലെ ആലപ്പുഴയിലെ ചില നേതാക്കൾക്കുള്ള കൊട്ടാണ്. ആ കൊട്ടിന്റെ ഭാഗമായി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാർക്സിസത്തെ പറ്റി അറിയാവുന്നവർ, പാർട്ടിയും സംഘടനയും അറിയാവുന്ന അവസാനത്തെ ആളായ തന്നെ ഇല്ലാതാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അത് പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ സ്വാധീനത്തിലാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽസ് കിടന്ന് നുളയ്ക്കുകയാണ് ഇവിടെ. വ്യഭിചാരം, അഴിമതി, കൈക്കൂലി തുടങ്ങിയ കൊണ്ട് ഈ രാഷ്ട്രീയത്തിലെ ക്രിമിനലുകൾ കിടന്ന് ഉളയ്ക്കുകയാണ്. അവരുടെ സ്വാധീനത്തിലാണ് 90% മാധ്യമപ്രവർത്തകരെന്നാണ് സുധാകരൻ ഇപ്പോൾ ഈ YMCA നടന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ മോദിയുടെ കാര്യത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. മോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ശക്തനായ ഭരണാധികാരി എന്ന് പറഞ്ഞപ്പോൾ നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞിട്ടില്ല. ശക്തിയും നല്ലതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഭാഷാ വ്യത്യാസം മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കണം. ഭാഷ അറിയാത്ത മാധ്യമപ്രവർത്തകരാണ് താൻ മോദിയെ പുകഴ്ത്തി എന്ന തരത്തിൽ ഈ വാർത്തകൾ നൽകിയതെന്നാണ് സുധാകരൻ കുറ്റപ്പെടുത്തുന്നത്.